ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും നല്ല സുഖമായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നു. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഈ ഒരു ഡിഷ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ്. ഈ ഡിഷിൻ്റെ പേരാണ് ചിക്കൻ തന്തൂരി കബാബ് വിത്ത് യെല്ലോ റൈസ്. ഞാൻ 2-3 ദിവസം മുന്നേ ചുമ്മാ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. സോ വീക്ക് ഡേയ്സിൽ അതെന്തായാലും പോസിബിൾ അല്ല. അതുകൊണ്ട് വീക്കെൻഡ് ആയപ്പോൾ തന്നെ റെഡിയായി സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഈ ഡിഷിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 kg ബോൺലെസ് ചിക്കനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിനെ ക്യൂബ്സായി കട്ട് ചെയ്യാം. ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇടാം. ഞാൻ 1 kgക്കാണ് കേട്ടോ 4 ടീസ്പൂൺ ഇടുന്നത്. നെക്സ്റ്റ് അതിലേക്ക് 2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 2 ടീസ്പൂൺ ഓഫ് ഗരം മസാല, 1 ടീസ്പൂൺ ഓഫ് ടർമറിക് പൗഡർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഓഫ് യോഗട്ട്, നമ്മുടെ തൈര്, 2 ടേബിൾ സ്പൂൺ ഓഫ് ടൊമാറ്റോ പ്യൂരേ. എൻ്റെ കയ്യിൽ ടൊമാറ്റോ പ്യൂരേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 3 ടീസ്പൂൺ ഓഫ് ഗാർലിക് പേസ്റ്റ്. ഒരു പൊടിക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് മുകളിലേക്ക് നിൽക്കേണ്ടത്. കുറച്ച് കുരുമുളക് പൊടി, ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റിൽ ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു ലെമൻ്റെ ഹാഫ്, വലിയ നാരങ്ങയാണെങ്കിൽ ഹാഫ് മതി, അതല്ല ചെറുതാണെങ്കിൽ 1 ഫുൾ എടുക്കാം. വൺ ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ. ഏത് കുക്കിംഗ് ഓയിലാണ് വെച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാത്തതും കൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്താൽ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഒരു 1/2 an hour to 1 hour നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വിടാം. അപ്പോൾ ചിക്കൻ അവിടെ മാരിനേറ്റ് ആവണ വരെ നമുക്ക് യെല്ലോ റൈസിനുള്ള പരിപാടികൾ തുടങ്ങാം. ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്കിതിൻ്റെ ഒരു 1/4 ഭാഗം മതി. ഞാൻ ഉണ്ടാക്കുന്ന യെല്ലോ റൈസ് 2 കപ്പ് ബാസ്മതി റൈസ് എന്ന ക്വാണ്ടിറ്റിയിലാണ്.
അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം കുറച്ച് കുക്കിംഗ് ഓയിൽ, ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ബട്ടർ, ഇതിലേക്ക് 2 ബേ ലീഫ്. ഇത് ചെറിയ ബേ ലീഫ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരെണ്ണമായാലും കുഴപ്പമില്ല. 2 ക്ലോവ്സ് ആൻഡ് 1 സ്റ്റാർ ആനീസ്. ആ മസാലാസ് എല്ലാം ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഗാർലിക് ഇടാം. നമ്മുടെ ഉള്ളിയും കൂടി ഇടാം. നമുക്കിനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ കബാബിന് ഈ റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതിന് തന്തൂരി റൊട്ടി ആയാലും അല്ലെങ്കിൽ നാനായാലും ഫുൾ കാസ് അല്ലെങ്കിൽ വെജിറ്റബിൾ പുലാവും നന്നാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്പിറേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇല്ല, എനിക്ക് യെല്ലോ റൈസിൻ്റെ കൂടെ തന്നെ കഴിക്കണം എന്ന് ഉള്ള വാശിയും കൊണ്ട് മാത്രമാണ് ഇന്ന് ഇതുണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയെടുക്കാം. ഇതിൽ 2 ഗ്ലാസ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കണേ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1:2 റേഷ്യോയിലാണ് കണക്ക്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് ഇതിലത്തെ ഉപ്പ് ടേസ്റ്റ് ചെയ്യാം. കാരണം ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത്. കുക്കർ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്സിൻ്റെ ടൈമർ വയ്ക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കണം. ചിക്കൻ മാരിനേറ്റ് ആവാൻ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഈ ചിക്കനെ സ്ക്യൂവേഴ്സിലോട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഓവനും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഓവനിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഈ സ്ക്വയേഴ്സിന് ഓരോരോ ഇതിലേക്ക് വെക്കാം. നമ്മുടെ റൈസ് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് വിസിൽ വരേണ്ട കാര്യമില്ല. 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആൻഡ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിടാം. ഇതിപ്പോൾ എന്തായാലും
ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ വെച്ച ചിക്കനും കൂടിയും റെഡി ആവാണ്ട് അത് കൂടി ആയാൽ സെറ്റ്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 200 ഡിഗ്രീസിൽ 15 മിനിറ്റ്സ് ആണ് ചിക്കൻ ഓവനിൽ വെച്ചത്. ഇത് നമുക്ക് എയർ ഫ്രയറിലും ഉണ്ടാക്കാം. ഇനി ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ഇത് ഗ്യാസിലും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ തന്തൂരി കബാബ് ആൻഡ് യെല്ലോ റൈസ് അലോങ് വിത്ത് മിൻറ്റ് റൈത്ത. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് രേഷ്മ നായർ സൈനിങ് ഓഫ്. ബൈ.